കാരുണ്യത്തിൻ്റെ കര കവിഞ്ഞൊഴുകുമ്പോഴാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ തളം കെട്ടി നിൽക്കാൻ പറ്റുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഞാനിവിടെ വന്ന കാലത്ത് ഒരാളെന്നെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ എയ്ഡ്സ് സംഘടനയുടെ എയ്ഡ്സ് രോഗികളെയൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി എയ്ഡ്സ് രോഗികളുണ്ട്. അതിൻ്റെ എയ്ഡ്സ് രോഗികളുടെ ഒരു പ്രസിഡൻറ്റിനെ കാണിച്ചത്. ഇതാണ് എയ്ഡ്സ് രോഗികളുടെ പ്രസിഡന്റ്. പുള്ളി എയ്ഡ്സ് രോഗമുള്ള ആളാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു ധ്യാനം അവർക്ക് വേണ്ടി നടത്താവുന്നു. ഞാൻ അന്നേരം ചാടി കയറി ഏറ്റു. അന്നത്തെ കുഷ്ഠരോഗികളാണ് ഇന്നത്തെ എയ്ഡ്സ് രോഗികൾ. യേശു ക്രിസ്തു കുഷ്ഠരോഗികളെ കൈവിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എയ്ഡ്സ് രോഗി പോരാൻ പറഞ്ഞു. ധ്യാനം ഏറ്റു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞാൻ കൂടെയുള്ള പയ്യനോട് പറഞ്ഞു, ഇതാ നാളെ രാവിലെ കോട്ടയത്ത് ചെല്ലുമ്പോൾ ഒരു ജീപ്പുമായിട്ട് ചെല്ലണം. ജീപ്പുമായിട്ട് ചെന്ന് അവിടെ കുറേ ആളുകൾ നിൽക്കും, അവരെല്ലാം കൂട്ടിക്കൊണ്ട് പോകണം. ഈ കൊണ്ടുപോയ പയ്യൻ ഓർത്ത് ഏതാണ്ട് KCCയുടെയോ NCCയുടെയോ ആണ്ട് വലിയ വലിയ നേതാക്കന്മാരായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഈ പെണ്ണുങ്ങളെയും എല്ലാത്തിനെയും നല്ല ജെൻറ്റിൽമാൻമാരെല്ലാം പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് എല്ലാവരും ഈ ഒരു കൊച്ചുണ്ട്, ഒരു പെണ്ണുണ്ട്, ഒരു സ്ത്രീ. അവർ നല്ല മിടുക്കിയായ സ്ത്രീയാണ്. അവരുടെ കയ്യിലൊരു നല്ല വെളുത്തൊരു കൊച്ച്. രണ്ടിനും എയ്ഡ്സാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്. എല്ലാത്തിനെയും കൂടെ രണ്ട് ജീപ്പയിലായിട്ട് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ധ്യാനത്തിനൊക്കെ ഇരുത്തി. ഞാൻ പറഞ്ഞു, ഭക്ഷണമൊക്കെ ക്രമീകരിച്ചോളാം. അങ്ങനെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനങ്ങ് ഇവിടെ പാട്ട് പാടി. അപ്പോൾ ആദ്യത്തെ പാട്ട്, ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ഈ പാട്ടാണ്. പ്രിയമുള്ളവരെ, പാട്ടങ്ങോട്ട് പാടുകയും ആ പള്ളിക്കകത്തിരിക്കുന്നവരെല്ലാം തേങ്ങി കരയാൻ തുടങ്ങി. എല്ലാവരും വാവിട്ട് കരയുകയാണ്. പ്രിയമുള്ളവർ, അതിനുശേഷം ധ്യാനമൊക്കെ നടത്തി, പ്രസംഗമൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ എഴുന്നേറ്റ് നിന്ന് അവരുടെ അനുഭവം പറഞ്ഞു. ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നൊരു അനുഭവം പറഞ്ഞു. ഞാൻ പെന്തക്കോസ് സമൂഹത്തിലാണ് പോകുന്നത്. ഞാൻ പെന്തക്കോസുകാരിയാണ്. എനിക്ക് എയ്ഡ്സ് രോഗമുണ്ട്. ഈ രോഗം എനിക്ക് കിട്ടിയത് എൻ്റെ ഭർത്താവ് ഒരു വളരെ വഴിവിട്ട ജീവിതക്കാരനായിരുന്നു. ഭർത്താവ് പെട്ടെന്ന് രോഗിയായി ഹോസ്പിറ്റലിലായി. മരണത്തിൻ്റെ അടുത്ത ദിവസങ്ങളാണ് മനസ്സിലാകുന്നത് എയ്ഡ്സാണ്. അദ്ദേഹം എന്നോട് ഈ രോഗത്തിൻ്റെ കാര്യം മറച്ചു വെച്ചു. എയ്ഡ്സാണെന്ന് അറിഞ്ഞിട്ടും മറച്ചു വെച്ചു. അവസാനം ഞാൻ രോഗിയായി. അപ്പോഴേക്കും ഭർത്താവ് മരിച്ചു. പിന്നീട് ഞാൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആളുകൾ എന്നെ കാണുമ്പോൾ അകന്നു മാറി നിന്നു. അവസാനം അവർ അച്ഛനോട് പരാതി പറഞ്ഞ്, അച്ഛൻ ഈ വിശുദ്ധ കുർബാന ഇങ്ങനെ കൊടുക്കുമ്പം, നാക്കലാണല്ലോ കൊടുക്കുമ്പം അതിന് ശേഷം വരുന്നവർക്ക് എയ്ഡ്സ് ഉമ്മനീരി കൂടെ പകരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീയെ ഒഴിവാക്കണം. അങ്ങനെ പ്രിയമുള്ളവരെ, ആ അച്ഛൻ വളരെ നിസ്സഹായനായി തീർന്നു. എങ്കിലും ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ വൈദികന് കഴിയണം. ഞാനാണെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടി നിലകൊള്ളു. അങ്ങനെ പലർക്കും വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ സ്ത്രീ അവിടുന്ന് അവസാനം പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. വിശുദ്ധ കുർബാനയ്ക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു. വിശുദ്ധ കുർബാന പോലും കൊടുക്കുകയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അവസാനം പ്രിയമുള്ളവരെ, ആ സ്ത്രീ പള്ളിയിൽ പോക്ക് നിർത്തി. അങ്ങനെ ഇരിക്കും ഒരു പാസ്റ്റർ കയറി വന്നു. ആ പാസ്റ്റർ ഈ സ്ത്രീയെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ആരും അറിയണ്ട, ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ കൂട്ടായ്മയിൽ പോകാൻ തുടങ്ങി. ആ പാസ്റ്റർ ആ സ്ത്രീക്ക് അത്യാവശ്യത്തിനുള്ള പൈസ അവിടുത്തെ കളക്ഷനിൽ നിന്ന് ആരും അറിയാതെ കൊടുക്കും. അങ്ങനെ മറ്റുള്ളവരാൽ പുറന്തള്ളപ്പെട്ട ഒരു വ്യക്തിയെ ഒരു പാസ്റ്റർ സംരക്ഷിച്ച്. നമ്മുടെ കയ്യിലുള്ളവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? നമുക്ക്. അതിന് പാസ്റ്ററെ തെറി പറഞ്ഞാലൊന്നും കാര്യം നടക്കുകയില്ല. ദൈവകുറവയുണ്ടാകണം അകത്ത്, അല്ലെ ആൾ നിൽക്കുകയില്ല. അപ്പോൾ പ്രിയമുള്ളവർ, ആ പാസ്റ്റർ രഹസ്യമായിട്ട് പണം കൊടുത്ത് ആ സ്ത്രീയെ സംരക്ഷിക്കുന്നുള്ള ആ സ്ത്രീ ജീവിക്കുക. ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ പുറന്തള്ളപ്പെട്ട ആ കുഞ്ഞിനും രോഗമുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഏകദേശമൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ എല്ലാമൊക്കെ അറിഞ്ഞു എയ്ഡ്സാണെന്നൊക്കെ.
ഞാൻ പ്രിയമുള്ളവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ ജീപ്പേ കയറി പോയി കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ആളുകളെല്ലാം കൂടെ കൂടി പാഴ്സണേജ് മൊത്തം കഴുകുകയാണ്. കാരണം എന്താ, അച്ഛനെങ്ങാനും എയ്ഡ്സ് വന്നാലത്തെ സ്ഥിതി എന്താ? അങ്ങനെയൊന്നും വരികയില്ലാത്ത സാധനം എയ്ഡ്സ്. എല്ലാം കഴുകി. ഞാൻ നോക്കിയപ്പോൾ പ്രിയമുള്ളവർ, ഒരു പുള്ളി അണച്ചു കെട്ടി വരിക, ജീപ്പേ പോയ പാർട്ടിയാണ്. പുള്ളിയുടെ ജീപ്പേൽ എയ്ഡ്സ് രോഗിയാണ് കയറിയെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി എന്ത് ചെയ്യും, അയർക്കൊന്നത്തിന് നേരെ ചവിട്ടി വിടുക. ഞാൻ ചെങ്ങോട്ട് പോവുക, വണ്ടി മൊത്തം ഒന്ന് കഴുകാൻ പോവുക. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്നറിയോ, പുള്ളിയുള്ള വീട്ടിൽ പോയിട്ട് ഒരു 2 ചെമ്പ് കെട്ടി വെള്ളം അങ്ങോട്ട് വെച്ച് തിളപ്പിച്ച്, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോൾ ദേഹം മുഴുവൻ ചുമന്നിരിക്കും. ഞാൻ ചോദിച്ചു, തന്നെ ദേഹമല്ല ഇങ്ങനെ ചുമന്നിരിക്കും, അല്ല ചൂടുവെള്ളത്തിൽ ശരിക്കും അങ്ങോട്ട് കുളിച്ച. അതാണ് നമ്മുടെ ജനം. യേശു എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, ലോകം പുറന്തള്ളിയിരുന്ന ഇതാ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയിട്ട് യേശുവിന് പറയായിരുന്നു സുഖപ്പെടട്ടെ. അപ്പം എല്ലാം അപ്രത്യക്ഷമായപ്പോൾ ചെന്നപ്പോൾ ഒന്ന് തൊട്ട്, കയ്യെ ചെളി പറ്റാതെയും രോഗാണു പിടിക്കാതെയും വളരെ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകം ഓർക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് പരിലസിക്കണമെങ്കിൽ നമ്മൾ ഇതുകൂടിയൊക്കെ തിരിച്ചറിയണം. ആത്മാവ് നമ്മളിലേക്ക് വരാൻ ഇതുകൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവൻ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്നാ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഒരു കാസ പള്ളിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ പേര് വഴി വെച്ചിട്ടുണ്ട്, സ്പോൺസേർഡ് ബൈ. ഒരു കുർബാന ഏറ്റുചൊല്ലിച്ചിട്ടുണ്ട്. അച്ഛൻ ഇറങ്ങിയപ്പം പേര് പറയാൻ മറന്നുപോയി. അന്നേരം നമ്മൾ തിരി വെച്ച് കൊടുക്കും പൊതുയോഗത്തിൽ. എല്ലാ പേരുകളും എന്തുകൊണ്ടാണ് അച്ഛൻ പറയാത്തത്? സ്പോൺസേർഡ് പ്രോഗ്രാമാണല്ലോ ഇന്നത്തെ കുർബാന. അതെന്തുകൊണ്ടാണ് പറയാത്തത്? അച്ഛനെ മാറ്റണം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ ഓർക്കുക. നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? നമ്മളിലൊന്നും ക്രിസ്ത്യാനിയാണെങ്കിലും ഹോളി സ്പിരിറ്റ് ഇല്ല, ദൈവസ്നേഹം ഉള്ളിലില്ല, പരിശുദ്ധാത്മാവ് മാറി നിൽക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതിന് നമ്മൾ അടിമുടി മാറിയേ പറ്റൂ, മനോഭാവം മാറ്റിയേ പറ്റൂ. യേശുക്രിസ്തു കുഷ്ഠരോഗിയോടെടുത്ത നിലപാട് ഓർക്കണം. മർക്കോസ് 5-ാം അധ്യായത്തിൽ പ്രിയമുള്ളവരെ, വളരെ പ്രതികൂലതകൾ സഹിച്ച് ഒരു പിശാചി ബാധനെ സുഖപ്പെടുത്താനായിട്ട് പോയപ്പോൾ വള്ളം വരെ മറിയാൻ പോയി. എന്തായാലും പിതാവായ ദൈവം മറിക്കുകയല്ലോ യേശുവിൻ്റെ വള്ളം. അപ്പോൾ ഒരു പൈശാചിക പീഡയായിരുന്നിരിക്കണം ആ കൊടുങ്കാറ്റും ബുദ്ധിമുട്ടും. ഇത് നമ്മൾ പറയും, അയ്യോ ഞാൻ എന്നാണ് ആ വ്യക്തിയെ കൂടെ അടുത്ത് നിന്നപ്പോഴത്തേന് എക്കിളെടുത്തു, അതിനി അവരുടെ കുഴപ്പമില്ലാണോ, അതുകൊണ്ട് ഞാൻ പോയ. യേശുക്രിസ്തുവിൻ്റെ വള്ളം മറിക്കാൻ നോക്കി. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്കിൽ കൊടുങ്കാറ്റുണ്ടായി പോയ വള്ളം മറിയാൻ പോയി. ആ വള്ളത്തിനിട്ട് കാറ്റ് പിടിച്ചു. യേശുക്രിസ്തു പറഞ്ഞു, അവിടെ കാറ്റുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചോ? ഇല്ല, യേശുവിനറിയാമല്ലോ കാറ്റുണ്ടെന്ന്. അപ്പോൾ പ്രിയമുള്ളവർ, പൈശാചിക പീഡയാണ് അവിടെ ഉണ്ടായത്. എന്തിനാണെന്നറിയാമോ? മർക്കോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ലഗിയോൻ ആവേശിച്ച പിശാചി ബാധനെ സുഖപ്പെടുത്താൻ പോയപ്പോഴാണ് ഈ വള്ളത്തിനിട്ട് ഈ അടി കിട്ടിയത്. എന്നിട്ടും യേശു എന്ത് ചെയ്തു? അതൊന്നും വകവെക്കാതെ യേശു പ്രാർത്ഥിച്ച് പിതാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ പോയി ആ പിശാചി ബാധനെ സുഖപ്പെടുത്തുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞത്? വായിച്ചേ മർക്കോസിൻ്റെ സുവിശേഷം 5-ൽ. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൻ. ഞങ്ങൾ അനേകം പേരുണ്ട്, തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, അനേകം ദുഷ്ടാത്മാക്കൾ ഒരു വ്യക്തിയിൽ കുടികൊള്ളുക, ഒരു വ്യക്തിയിൽ അനേകം ദുഷ്ടാരൂപികൾ കുടികൊള്ളുക. യേശു ഒരു സ്ഥലത്തുനിന്ന് വള്ളം പ്രതികൂല കാറ്റും സാഹചര്യങ്ങളും വകവെക്കാതെ ഇക്കരയ്ക്ക് വന്ന് ഒറ്റ മനുഷ്യന് വേണ്ടിയാണ്. ഒറ്റ മനുഷ്യന് വേണ്ടി. ഒരു മനുഷ്യന് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം പോകും. ഒരു മനുഷ്യന് വേണ്ടി, ഒരാത്മാവിന് വേണ്ടി ത്യാഗം സഹിക്കണം.
പ്രിയമുള്ളവരെ, ഇതാ ആ അശുദ്ധാത്മാക്കളെ ഒറ്റ ആൾക്ക് വേണ്ടി വളരെ സ്ട്രെയിൻ എടുത്ത് അവിടെ ചെന്ന് അവനെ സുഖപ്പെടുത്തിയിട്ട് പോന്നു. ഉടനെ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഈതിരി പണിയായിട്ട് ഇവിടെ നിന്നാൽ ശരിയാകില്ല, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ യേശുക്രിസ്തു അവിടുന്ന് വീണ്ടും വള്ളത്തെ കയറി ഇപ്പുറത്തോട്ട് പോകും. കണ്ടോ ശുശ്രൂഷയുടെ സ്ട്രെയിൻ എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്കെന്താണ്, പല ആളുകളും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പിന്നെ അതും ഇതും പറഞ്ഞ് വെറുതെ ഒരു ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കേണ്ട. അതുകൊണ്ട് ഞാനൊരു ധ്യാനം കൂടി, രോഗം മാറി, മുട്ടിനുവേനയും മാറി, ചങ്കനുവേനയും മാറി, എല്ലാം മാറി. ഇനിയിപ്പോൾ എന്നാ വഴക്കായ ഒന്നും പേടിക്കാനില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം വരട്ടെ, ക്യാൻസർ, അത് വരുമ്പോൾ നോക്കാം. ഇതാണ് നമുക്ക്. നിങ്ങളാരും അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളൊരു സുവിശേഷക ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സുവിശേഷ ശുശ്രൂഷ ചെയ്യുക, വചനം വായിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇനി അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് എന്താ? യേശുക്രിസ്തു ഇതാ കാൽവറി ക്രൂശിലേക്ക്. വേറെയും പല പല അവസരങ്ങളുണ്ട്. നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് അവർ. പക്ഷേ നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ മുമ്പിൽ പോലും തന്നെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ ജനത്തിന് വേണ്ടി രക്തം വിയർത്തൊലിച്ച് പ്രാർത്ഥിക്കുന്ന യേശു. ഒട്ടും സുഖമില്ലായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക്, ഒട്ടും സുഖമില്ലാത്ത പ്രാർത്ഥനയാണ്. നമ്മളവർക്ക് ഒരു സുഖം കൊണ്ട് വരുന്നില്ല പ്രാർത്ഥനയ്ക്ക്. സുഖിക്കാനല്ല പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന സുഖിക്കാനുള്ള സംഭവമല്ല. പ്രാർത്ഥന, പ്രിയമുള്ളൊരു, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, ഗത്സമന പ്രാർത്ഥന ഒരു സുഖവും യേശുവിന് നൽകിയില്ല. മറിച്ച് അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അസ്വസ്ഥതയായി മാറി പ്രാർത്ഥന. എന്നിട്ടും അവൻ വിട്ടില്ല. അവൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച്, രക്തം തുള്ളി തുള്ളിയായിട്ട് പുറത്തു വരുന്ന രീതിയിൽ അവൻ പ്രാർത്ഥിച്ചു കളഞ്ഞു. ഉണ്ടോ? അതാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത്. നമ്മളങ്ങനെയാണ് കസേരയൊക്കെ ചാരിയിരുന്ന ഫാൻ്റെ കാറ്റുമൊക്കെ കൊണ്ട് പ്രാർത്ഥനയില്ല. ആരൊക്കെ നോക്കാം, പ്രാർത്ഥിക്കണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അന്നേരം ഞാനിവിടെ കിടന്ന് കാറി പോകുന്നു. എന്നാൽ പിന്നെ തിരുമേനി കാർ ചെയ്തല്ല, ആ കൂട്ടത്തിലും ചെറുതായിട്ട് കാറിയേക്കാം. അന്നേരമാണ് ഞാൻ ഏറുകണ്ണിട്ട് നോക്കുന്നത്. അന്നേരം ശ്രദ്ധിക്കുന്നുണ്ട്, ഇച്ചിരി കാറിയാതെ എന്ന് വെക്കുന്നല്ല. സ്വരവും പുറത്ത് വരുന്നില്ല, നമ്മുടെ ആ സ്തുതിപ്പിൻ്റെ ശക്തിയില്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ആ എഫക്റ്റും ഒന്നും പുറത്ത് വരുന്നില്ല. നമ്മുടെ നെഞ്ചിൽ നിന്ന് വരണം പ്രാർത്ഥന, ഒന്നും വരുന്നില്ല. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഹാങ് ഓവറിലിരിക്കുകയാണ്. എന്താണോ ഒന്നും മനസ്സിലാകുന്നില്ല. രാവിലെ മുതൽ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, എന്നാ ഒന്നും പിടികിട്ടുന്നില്ല. മൊത്തത്തിലൊരു മന്നിപ്പ് പോലെ, വെടിയേറ്റ പോലെ, അങ്ങനെയൊക്കെ പല ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പ്രിയമുള്ളവരെ ഓർക്കുക, തീവ്രമായ ദുഃഖത്തിൻ്റെ വേദനയാൽ വരാനിരിക്കുന്ന കാൽവറി ക്രൂശ് മരണം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ലോകത്തിൻ്റെ പാപത്തെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ലല്ലോ എന്നോർത്തിട്ട് രക്തം വിയർത്ത് യേശു. അല്ലാതെ എന്നെ കൊല്ലാൻ പോവാണല്ലോ എന്ന് ഓർത്തിട്ടല്ല. നമുക്കിപ്പോൾ എന്താണ്, ക്യാൻസറിനെ കുറിച്ച് പ്രസംഗിച്ചാൽ മതി, പിന്നെ ഭയങ്കര ഭക്തി. എനിക്ക് മിക്കവാറും വയറ്റി വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും എല്ലാ വ്യക്തികളുടെയും ശരീരത്തിൽ ക്യാൻസറിൻ്റെ അണുക്കളുണ്ട്. അന്ന് പ്രിയമുള്ളവർ, അതൊക്കെ ഞാൻ കയറി അങ്ങ് തട്ടാറുണ്ട്. ഇപ്പം ഞായറാഴ്ച ദിവസം ധ്യാനത്തിന് വന്നാലുടനെ ഇതുപോലത്തെ 5-6 ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആദ്യം കൊടുക്കും. അതോടുകൂടി പ്രിയമുള്ളവർ, വന്നിരിക്കുന്ന പാർട്ടികളൊക്കെ വലിയ ചങ്കും പിരിച്ച് വന്നവരാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇതാ 18 വയസ്സുള്ളൊരു കൊച്ച്, ഒരു കുഴപ്പമില്ലായിരുന്നു, അതിൻ്റെ വയറ്റിനകത്തൊരു മുഴ, ക്യാൻസറായിരുന്നു. നിങ്ങളുടെ എല്ലാം ശരീരത്തിൽ ക്യാൻസർ കാണാനുള്ള സാധ്യതയുണ്ട്. എന്നെ പേടിക്കാൻ, അടുത്ത നിമിഷത്തിനുള്ളിൽ ക്യാൻസർ വന്ന് സ്പ്രെഡായി തീർന്നില്ലേ നിങ്ങൾ ശവപ്പെട്ടിക്കകത്ത്. ഇത്രയും പിന്നെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമാണ്, ദൈവമേ ക്യാൻസർ പോകണേ. ഇതല്ലാതെ നമ്മളങ്ങോട്ട് വളരെ ഒരു ശുശ്രൂഷ മണ്ഡലത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വളരാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ മനസ്സ് മാറിയിട്ട് ഇപ്പം പറഞ്ഞ പോലെ മനസ്സ് രൂപാന്തരപ്പെടും. യേശുവിനെ അതാ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. കണ്ടോ? അവസാനത്തെ തുള്ളി രക്തം വരെ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ പ്രവർത്തിച്ചാൽ തലമുറകളിലേക്ക് മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കിയ വിശുദ്ധന്മാർ അതുപോലെ അങ്ങോട്ട് ജീവിച്ചു. തലമുറകളല്ലേ ഒരു മനുഷ്യൻ്റെ നാമം കേൾക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ പരിമല തിരുമേനി, ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇവിടെ കയറി വന്നു. ഒരു സ്ത്രീ കയറി വന്നിച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം. ഞാൻ പറഞ്ഞത് അതിനിപ്പം അല്ല തിരുമേനി, എന്തെങ്കിലും ഒരു സഹായം, എനിക്ക് ഒരാൾ പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പൈസ ഒന്നുമില്ല.
അപ്പോൾ ഞാൻ ചോദിച്ചു, തിങ്കളാഴ്ച കല്യാണത്തിന് ഞാൻ ശനിയാഴ്ച വൈകുന്നേരം വരുന്നത്, ശനിയാഴ്ച വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യക്കാരായിരുന്നെങ്കിൽ നേരത്തെ വരികയില്ലായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? അത്യാവശ്യം ഉള്ള ആളാണ് നേരത്തെ വരത്തില്ലേ? കല്യാണം നേരത്തെ ഉറപ്പിച്ചല്ലേ? നേരെ പറഞ്ഞു ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ തന്നില്ല. കൊച്ചിൻ്റെ കല്യാണം നടത്താൻ ഒരു മാർഗ്ഗവുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണം നടത്താൻ എന്നാ കാശ് വേണം? പ്രിയമുള്ളവർ, എൻ്റെ കയ്യിൽ ഒരാൾ പൈസ കൊണ്ട് തന്നിരിക്കുക. രാവിലെ ആരോ കല്യാണം നടത്തണമെന്ന് അതേ കയ്യിലിരിക്കുക. പിന്നെ എനിക്കെന്നാ ചോദിക്കും? ഞാൻ എന്നാ കാശ് വേണം? അപ്പോൾ പുള്ളിക്കാരത്തി ഓർത്ത് എന്തോരം പൈസ വേണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തെ കളിയാക്കുക. ഞാൻ ചോദിച്ചൊരു കല്യാണത്തിന് എന്നാ കാശ് വേണം അത് പറ നിങ്ങൾക്ക്. അല്ല, ഇവിടെ പലരെയും ഇങ്ങനെ കല്യാണത്തിന് സഹായിക്കാറുണ്ട്, അതുപോലെ എന്തെങ്കിലും തന്നാൽ മതി. ഞാൻ അങ്ങനെ തരികയില്ല. കാരണം 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ കല്യാണം നടക്കും. എത്ര രൂപയ്ക്ക് വേണമെങ്കിലും കല്യാണം നടത്താം. നിങ്ങൾക്ക് എത്രയ്ക്കാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഉടനെ അവരാകെപ്പാടെ കരയാൻ പോവുക. ഞാനിങ്ങനെയൊക്കെ ഒരുമാതിരി ശ്വാസം പൊട്ടിക്കുന്ന രീതിയിലാണ് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് പറ, കല്യാണത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടിയത്? അവരൊന്നോട്ട് ഇങ്ങനെയെല്ലാം എന്താ ചെയ്ത്, സത്യമാണോ ഇത് നുണയാണോ, അതോ ഇത് കളിയാക്കുകയാണ്, എന്നാ ഇത് പ്രശ്നം, ഇത് ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് അച്ഛൻ കുര്യനച്ഛൻ അവിടെ നിന്നോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതിന് പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞ് ചാടി കയറി പറഞ്ഞു 35. ശരി 35. അവിടെ ഞാൻ പറഞ്ഞു ഒരു 100 രൂപ വെച്ചൊരു ഭക്ഷണത്തിന് കൂട്ട് 3500. വേറൊന്നുമില്ല, 35 വേണം, 40 ആയിക്കോട്ടെ, 5 പേര് ഞങ്ങളൂടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞത് 40. 40 എങ്കിൽ 40 അല്ലെങ്കിൽ 50 ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 50. ഇനി എന്നാ വേണ്ടത്? താലി പോലും ഇല്ല. ഞാൻ പറഞ്ഞു താലി അങ്ങ് എഴുതിയിരുന്നു, നാളെ ഒരു താലി മേടിച്ചു കൊടുക്കും. ഞാൻ ഇനി വല്ലതും വേണ്ട പുള്ളിക്കാരത്തി, ഇനിയൊന്നും വേണ്ട. അതിനുശേഷം പുള്ളിക്കാരത്തി നെടുവീർപ്പൊക്കെ കിട്ടും, പുള്ളിക്കാരത്തി അങ്ങ് അമ്പരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തി വിളിച്ചു, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇവിടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കതായിരുന്നു സംശയം. നിങ്ങളെ ആരാണ് ഇപ്പോൾ എൻ്റെ ഈ സാധാരണ 10 പൈസ പോലും ഇല്ലാതെ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ മൊത്തം കടവാണ്. കോൺട്രാക്ടർ വരുമ്പോൾ ഞാൻ പ്രിയമുള്ളവർ മതമായി കയറി ഇരുന്ന് പ്രാർത്ഥിക്കുക. കാരണം എന്താണ്, കോൺട്രാക്ടർ മതവായിലോട്ട് കയറി വരികയല്ലോ. അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കറങ്ങാൻ ഇവിടെ. അപ്പോഴാണ് ഈ ഒരാൾ കൊണ്ട് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു, ഒരു വിവാഹ സഹായം കൊടുക്കണം എന്ന് പറഞ്ഞ് പൈസ തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വ്യക്തിക്ക് വേണ്ടിയാണ്. ആ വ്യക്തി കൃത്യമായിട്ട് വന്നു. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം തന്നതാണ്. ദൈവം ഇങ്ങനെ തരണമെങ്കിൽ ദൈവമായിരിക്കും പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഉടനെ ഞാൻ സ്ത്രീ പറഞ്ഞു, അവിടെ ഒരു കുരിശും തൊട്ടിയുണ്ട് ഞങ്ങളുടെ ജംഗ്ഷനിൽ. അത് പരിമലത്തിന് വേണ്ട നാമത്തുള്ള കുരിശും തൊട്ടി. അത് പുള്ളിക്കാരത്തിക്ക് അറിയാൻ മേല. പുള്ളിക്കാരത്തിക്ക് ഈ പരിമല തിരുമേനി ഏത് തിരുമേനിയാണെന്ന് അറിയത്തില്ല, മൊത്തം തിരുമേനിയാണെന്നറിയാം. അവരാ കുരിശും തൊട്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കുരിശും തൊട്ടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരത്തിക്ക് ഈ പള്ളിയും ഇതെല്ലാം ഓർമ്മ വന്നു. എന്നിട്ട് മനസ്സിലിങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി, നീ ആ പള്ളി ചെന്നൊന്ന് ചോദിക്കുന്നു. അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. കണ്ടോ, പരിശുദ്ധാത്മാവ് ഒരു കുരിശും തൊട്ടിയിലൂടെ പ്രവർത്തിക്കുന്നു. ആരുടെ നാമത്തിൽ പ്രവർത്തിക്കുന്നു? എത്രയോ 100 വർഷം മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയുടെ തിരിച്ചഴിപ്പ് പോലും ഇല്ല അവിടെ, ഫോട്ടോ മാത്രം. അതിലൂടെ കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടെ നിന്ന് വരുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നും അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പം ഇവിടെ ഇരുന്ന് നല്ല വിശുദ്ധ ജീവിതം നയിച്ച് കുമ്പസാരിച്ച് കുർബാനയൊക്കെ അനുഭവിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് 100 വർഷം കഴിയുമ്പോൾ ഒരനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥിച്ച് ജീവിച്ചത് മതി. പിന്നെ കടന്നുകൊണ്ട് ഈ കടന്ന് ഈ തലകുത്തി മറിയേണ്ട കാര്യമുണ്ടോ? കോഴിക്കൂടിൻ്റെ പുറകെ മുട്ട കച്ചവടത്തിന് നടക്കേണ്ടി വല്ല കാര്യമുണ്ടോ? ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ. നമ്മളിവിടെ കിടന്ന് തലകുത്തി മറിയല്ലേ. കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ജോലി രാജിയൊന്നും വെക്കരുത്. നമ്മൾ പണി ചെയ്യണം, അവനവൻ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഈ കിടന്ന് പൈസ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ചാകരുത്. അത്യാവശ്യം നമ്മുടെ ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം കർത്താവിൻ്റെ ശുശ്രൂഷയൊക്കെ ചെയ്ത് നമ്മളങ്ങനെ പോകും. പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് മരിക്കാതെ ഉള്ളത് തമ്പുരാൻ്റെ കൃപ കൊണ്ടെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനത്താൽ എല്ലാം കൈകാര്യം ചെയ്യും. പ്രിയമുള്ളവരെ, ആ സ്ത്രീ കല്യാണം എല്ലാം കഴിഞ്ഞെല്ലാം ഓക്കെ ആയി. ചീപ്പിൻ്റെ കാശ് വരെ നമ്മളിവിടുന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ അതുകഴിഞ്ഞ് ചോദിച്ചു, ഇനി എന്നാ വേണ്ടിയത്? അങ്ങനെ പറഞ്ഞ് ഇവിടെ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ജീപ്പ് പിടിക്കണമെന്ന്. അതിന് നടന്നു പോകണോ ജീപ്പേ പോകണോ? ഞാൻ പറഞ്ഞു ജീപ്പേ പോകണോ, അതിനൂടെ പൈസ കൊടുത്തു, അതുകൊണ്ടിരിക്കട്ടെ. ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ മോതിരം കൂടെ കൊടുത്താൽ, പക്ഷേ ചോദിച്ചില്ല. അതിനുശേഷം പ്രിയമുള്ളവർ, കഴിഞ്ഞ ദിവസം ഒരാൾ കയറി വന്നു. ആരോ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ ചെന്ന് പറഞ്ഞാണ് ഒരു പുള്ളി ഇങ്ങോട്ട് കയറി വന്നു.
എൻ്റെ മകളുടെ കല്യാണമാണ്, എനിക്ക് തീരെ ഗതികേടാണ്. അപ്പം ഞാൻ കൊണ്ടുവന്ന ആളോട് ചോദിച്ചു, ശരിയാണോ? ശരിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഭയങ്കര താല്പര്യം, ധ്യാനം കഴിഞ്ഞാൽ കൂടി ഇല്ലയോ? ഞാൻ ഇരുന്നു, ദൈവം അയച്ച മനുഷ്യനല്ലേ, ഇവിടെ വന്ന് ചോദിക്കട്ടെ എത്ര പേരുടെ കല്യാണം? അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ, വിവാഹ സഹായം. ഞാൻ ചോദിച്ചു എത്ര പേർക്കുള്ള? പുള്ളി എടുത്ത വയൽ 800 പേരുടെ ഊണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, താൻ പറയും നുണയല്ലേ? അന്നേരം പറയാം, അയ്യോ അത് ഞാനങ്ങ് മറന്നുപോയി, 500 പേരുടെ വെട്ടി കുറച്ചായിരുന്നു, 300. ഞാൻ പറഞ്ഞോടൂ മനുഷ്യ, കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു സ്ത്രീ ഇവിടെ വന്നു. ആ സ്ത്രീ സത്യം പറഞ്ഞു. വേദപുസ്തകം കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന തനിക്ക് ഒരു ക്രിസ്ത്യാനിയായ എന്നോട് സത്യം പറയാൻ മേലെ. എന്നിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോകണം പറഞ്ഞു. ഞാൻ അകത്തോട്ട് കയറിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്താണ്? വേദപുസ്തകം കൈ പിടിക്കുന്നവന് സത്യമില്ല. പരിമല തിരുമേനി ആരാന്ന് പോലും അറിയാൻ മേല, വേദപുസ്തകത്തിൻ്റെ ബേസിക് അറിയാൻ മേല. പക്ഷേ ആ സ്ത്രീയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു, സത്യസന്ധമായി അവർ പ്രതികരിക്കുന്നു. പ്രിയമുള്ളവർ ഓർത്തു, നിങ്ങൾ വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തൻ. അപ്പോൾ ക്രിസ്തു തൻ്റെ കാൽവറിയിലെ സ്നേഹം കൊണ്ട് നമ്മളിലേക്ക് ആ ദൈവത്തിൻ്റെ കൃപ അങ്ങോട്ട് ഒഴുക്കി തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ കൂടുതൽ എനിക്ക് സ്നേഹിക്കാൻ സാധ്യമല്ല. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി തല്ലി തകർക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം നിനക്കുള്ളത് പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തരുന്നു. ഈ മനുഷ്യർക്ക് വേണ്ടി നിൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും വേണ്ടി പങ്കുവെച്ചു കൊടുക്കുക. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാൽവറിയിലേക്ക് ആര് നോക്കിയാലും അവനിലേക്ക്, ആ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തികളിലേക്കെല്ലാം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങും. യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കാത്ത ആർക്കും ആത്മാവിനെ കിട്ടുകയില്ല. യേശുവിനെ അറിഞ്ഞനുഭവിക്കുന്നവന് മാത്രമേ, ആ സ്നേഹബന്ധത്തിൽ നിന്ന് മാത്രമേ ആത്മാവ് ഒഴുകത്തുള്ളൂ. Beshmari